പറയുമ്പോൾ പോലും അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റിൽ മെയിനായിട്ടുള്ള സംഭവം ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ രേണുസുതി മൂന്നാമതാണെങ്കിലും ഈ രേണുസുതി എന്നുള്ള അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ ഇത് കണക്ക് രേണുസുതി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. താനുണ്ടെങ്കിൽ സുധിക്ക് മുമ്പ് വേറെ ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കുറച്ച് നാളായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇത് കണക്കുണ്ടെങ്കിൽ രേണുസുതി നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കള്ളമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രേണുസുതി തന്നെ ഉണ്ടെങ്കിൽ സമ്മതിച്ചിരിക്കുകയാണ്. താൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ് സുധിയെ കല്യാണം കഴിച്ചതെന്നുള്ളൊരു കാര്യം. സോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതെന്തോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതുണ്ടെങ്കിൽ ഇവർ തമാശയ്ക്ക് പറഞ്ഞതാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു രണ്ടാമതാണ് സുധിയെ കല്യാണം കഴിച്ചത്, അതിന് മുമ്പ് വേറെ കല്യാണം ഉണ്ടായിരുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ തന്നെ ഇത് കണക്ക് പറഞ്ഞുണ്ടാക്കിയത് സത്യമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്ന പോലെ ഉണ്ട്. തീർച്ചയായിട്ടും ചിലപ്പോൾ അതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, നമുക്കറിയത്തില്ല. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം സമ്മതിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തേക്കുള്ള ഒരു രേണുസുധിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതിനെ സമ്മതിക്കുന്നുണ്ട്, അവർക്ക് അതങ്ങനെ എടുക്കാനാണ് താല്പര്യമെങ്കിൽ അതങ്ങനെ തന്നെ എടുക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഇപ്പോൾ രേണുസുധി പോയിക്കൊണ്ടിരിക്കുന്നത്.